ദേവലോകം ദുരിതത്തിലായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ബ്രഹ്മാവിൽ നിന്ന് അസാധാരണമായ വരങ്ങൾ നേടിയ താരകാസുരൻ സ്വർഗലോകം അടക്കി ഭരിച്ച് ദേവന്മാരെയും ഋഷിമാരെയും നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ദേവന്മാർ ബ്രഹ്മാവിനോട് താരകാസുരനെതിരെ എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു. ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു, ശിവനും പാർവതിക്കും ജനിക്കുന്ന പുത്രന് മാത്രമേ താരകാസുരനെ വധിക്കാൻ കഴിയൂ. അതാണ് ഞാൻ അവന് നൽകിയ വരങ്ങളിൽ ഒന്ന്. ഈ വാക്കുകൾ കേട്ട് ദേവന്മാർക്ക് ആശ്വാസമായി. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. സതീദേവി ആത്മഹൂതി ചെയ്തതിനു ശേഷം മഹാദേവൻ ഘോരമായ തപസ്സിലായിരുന്നു. അദ്ദേഹത്തെ തപസ്സിൽ നിന്ന് ഉണർത്തുക എന്നത് അസാധ്യമായിരുന്നു. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം പ്രേമദേവനായ കാമദേവൻ ശിവന്റെ തപസ് മുടക്കാൻ ഒരു സാഹസത്തിന് മുതിർന്നു. കാമദേവൻ മന്മഥ ബാണങ്ങൾ തൊടുത്തുവിട്ടു. എന്നാൽ ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്ന് പുറപ്പെട്ട ക്രോധാഗ്നിയിൽ കാമദേവൻ ഭസ്മമായി പോയി. അങ്ങനെ ദേവന്മാരുടെ പ്രാർത്ഥനകളും പാർവതി ദേവിയുടെ കഠിനമായ തപസ്സും മഹാദേവനെ പ്രീതിപ്പെടുത്തി. അദ്ദേഹം പാർവതി ദേവിയെ വിവാഹം ചെയ്തു. കാലം കാത്തിരുന്ന മുഹൂർത്തം സമാഗതമായി. ശിവന്റെയും പാർവതിയുടെയും പുത്രനായി കാർത്തികേയൻ അഥവാ മുരുകൻ ജനിച്ചു. അതിമനോഹരനും ശക്തനുമായ ആ കുഞ്ഞു കാർത്തികേയൻ ദേവന്മാരുടെ പ്രതീക്ഷയായിരുന്നു. ദേവസേനയുടെ നായകനായി അവൻ വളർന്നു. അസുരന്മാരെ നേരിടാൻ ആവശ്യമായ എല്ലാ ദിവ്യശക്തികളും ആയുധങ്ങളും അവൻ സ്വായത്തമാക്കി. ഇതിനിടയിൽ താരകാസുരന്റെ അഴിഞ്ഞാട്ടം തുടർന്നു. ലോകം അവന്റെ ക്രൂരതയിൽ ഞെട്ടിവിറച്ചു. സമയം പാഴാക്കാതെ ദേവന്മാർ കാർത്തികേയനെ കാണുകയും നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ ബോധിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് കാർത്തികേയനും താരകാസുരനും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം നടന്നു. ആകാശം പോലും ഇളകി മറിയുന്ന ഭീകരമായ പോരാട്ടമായിരുന്നു അത്. ഇരുപക്ഷത്തും സൈന്യങ്ങൾ ഏറ്റുമുട്ടി. താരകാസുരൻ തന്റെ വരബലത്തിൽ അഹങ്കരിച്ച് യുദ്ധം ചെയ്തു. എന്നാൽ കാർത്തികേയൻ തന്റെ വേൽ എന്ന ആ ദിവ്യായുധം ഉപയോഗിച്ച് അവനെ നേരിട്ടു. അസുരന്റെ ഓരോ നീക്കത്തെയും കാർത്തികേയൻ നിഷ്പ്രഭമാക്കി. ഒടുവിൽ കാർത്തികേയൻ തന്റെ ശക്തിയേറിയ വേലുകൊണ്ട് താരകാസുരന്റെ നെഞ്ചു പിളർന്നു. താരകാസുരന്റെ അന്ത്യം ലോകത്തിന് വലിയ ആശ്വാസമേകി. ദേവന്മാർക്ക് സന്തോഷമായി. ലോകത്ത് സമാധാനം പുനഃസ്ഥാപിതമായി. അങ്ങനെ കാർത്തികേയൻ ദേവസേനാപതിയായി അറിയപ്പെടുകയും സുബ്രഹ്മണ്യൻ, മുരുകൻ, വേൽമുരുകൻ എന്നിങ്ങനെ വിവിധ നാമങ്ങളിൽ ലോകമെമ്പാടും പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ആരാധിക്കപ്പെടുകയും ചെയ്തു. ഓം സുബ്രഹ്മണ്യായ നമഃ.